പോളിയോ ബാധിച്ച് ശരീരം തളർന്നെങ്കിലും മനോധൈര്യം കൊണ്ട് അത്ഭുതം തീർക്കുകയാണ് എറണാകുളം ആലുവ സ്വദേശിയായ രതീഷ്. അരയ്ക്ക് താഴേക്ക് തളർന്ന ഇദ്ദേഹം പരിശീലകനായ സജിയുടെ ശിക്ഷണത്തിലാണ് വേമ്പനാട്ട് കായൽ നീന്തി കയറിയത്. എല്ലാവരും നീന്തൽ പഠിക്കൂ, ഇനി ഒരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ എന്ന സന്ദേശം കൂടിയാണ് ഇരുവരും സമൂഹത്തിന് നൽകുന്നത്. ശാരീരിക പരിമിതിയുള്ള ഒരാൾ ആദ്യമായാണ് വേമ്പനാട്ട് കായൽ നീന്തിക്കടക്കുന്നത്. പോളിയോ ബാധിച്ച് ശരീരം തളർന്നെങ്കിലും തളരാത്ത മനസ്സുകൊണ്ടാണ് 42-കാരനായ രതീഷ് വിജയതീരത്ത് നീന്തിയെത്തിയത്. നീന്തൽ പഠിച്ച കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു വേമ്പനാട്ട് കായൽ ഒരിക്കലെങ്കിലും ക്രോസ് ചെയ്യണം എന്നുള്ളത്. അതിനുവേണ്ടി എൻ്റെ സജി വാളശ്ശേരി സാർ എന്നെ സ്പെഷ്യലി 22 ദിവസം കൊണ്ടാണ് നീന്തൽ പഠിപ്പിച്ചിട്ട് സാർ എന്നെ നീന്തിച്ചത്. പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന നിരവധി താരങ്ങളെ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിയുടെ ശിഷ്യനാണ് രതീഷ്. 16 വർഷം കൊണ്ട് സജി വാളശ്ശേരി വികസിപ്പിച്ചെടുത്ത 14ഓളം ക്ലാസുകളിലൂടെ അനേകായിരങ്ങളാണ് വളരെ നിഷ്പ്രയാസം നീന്തൽ അഭ്യസിക്കുന്നത്. വേമ്പനാട്ട് കായൽ പോലുള്ള കായൽ കുറുകെ നീന്തിച്ച് മറ്റുള്ളവർക്ക് മുഴുവൻ നീന്തൽ പഠിക്കാൻ ഒരു ആത്മവിശ്വാസം കൊടുക്കാനാണ് എനിക്ക് രതീഷിലൂടെ കഴിഞ്ഞത്. ഒരു ദിവസം 1000ഓളം പേർക്കാണ് പരിശീലനം നൽകുന്നത്. ഏത് ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും നീന്തൽ പഠിക്കാമെന്ന് തെളിയിക്കുകയാണ് രതീഷും പരിശീലകനായ സജിയും. കൈരളി ന്യൂസ്, കൊച്ചി.